ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി എണീച്ചതാണ്. എണീച്ചപ്പോൾ ആകെ വൈകി. സമയം 7:30 എണീച്ചു. 8 മണിക്ക് പോകണം. അതാണ് ചാടിപ്പിടിച്ച് ഓടിപ്പോയി റെഡിയായി ഞാൻ ആൽഫിനെ വിളിക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് ആ സത്യം വെളിപ്പെടുത്തുന്നത് എൻ്റെ അടുത്ത്. ഇന്ന് ക്ലാസ്സില്ലെന്ന് അവൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ വൈകി എണീച്ചാനും പെട്ടെന്ന് റെഡി ആയിട്ട് ഞാൻ ചായയും കുടിച്ച് ഓടിയതാണ്. ഫോണൊക്കെ എടുത്ത് നേരെ പോക്കറ്റിലേക്ക് വെച്ച് ഒറ്റ ഓട്ടമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഹെവി റെയിൻ. അത് കാരണം എറണാകുളത്ത് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. സങ്കടമായി. നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരം കിടന്നുറങ്ങിയാനെ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇന്നലെ പണിക്ക് പോയി കയറുന്നു. അതാണ് നേരെ മൊത്തം വേദനയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ നേരത്തെയായി. ഇന്ന് പല്ലാശുപത്രി പോകും. നല്ല പല്ലുവേദനയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അടച്ചു വെച്ചതൊക്കെ തുറന്ന് പണ്ടാരടങ്ങിയാണെന്ന് തോന്നുന്നു. എൻ്റെ പല്ലടച്ചത് പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ട് അടച്ചത് കുറേയൊക്കെ തുറന്നു പോയി. ഇനി ശനിയാഴ്ച പോകേണ്ടി വന്നു. ശനിയാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് പോവാന്ന് വിചാരിച്ചു. ഫ്രീ ആയി കിട്ടിയ ടൈമില്ലേ. ഇന്ന് പല്ലാശുപത്രി പോവാം. അങ്ങനെ ഞാൻ പല്ലാശുപത്രി ഫീൽഡിലെത്തി. പല്ല് നന്നാക്കാൻ എന്ന ലക്ഷ്യവുമായി പല്ലാശുപത്രിയിൽ വന്നു കയറിയതും തുടങ്ങി നല്ല മഴ. നല്ല പെരി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്താ മഴ! അതെ, നല്ല കിടിലൻ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു പോകാറാകുമ്പോഴത്തേക്കും മാറിയാ മതിയായിരുന്നു. പിന്നെ ഈ കാണുന്ന സ്കൂളിലാണ് ഞാൻ 5 മുതൽ +2 വരെ പഠിച്ചത്. കുറെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട് എനിക്ക് ഇവിടെ. അങ്ങനെ പുറത്തുനിന്ന് അകത്തേക്കും കയറി വന്ന ന്യൂസും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓരോരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ന്യൂസിൽ കാണുന്നതും കണ്ട് ഇങ്ങനെ ഇരിക്കണം. അവിടെ ഇരുന്ന് വർത്താനം പിന്നെയും പുറത്തേക്ക് വന്നു മഴയും കണ്ട് നോക്കി നിൽക്കണം ഞാൻ. എന്നെ എപ്പോഴാ വിളിക്കണേ എന്ന് നോക്കി. അങ്ങനെ അവസാനം എന്റെ അവസരവും വന്നു. ഞാൻ അകത്ത് കയറി ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പഞ്ഞിയും കടിച്ചു പിടിച്ച് ഞാൻ. ഇനി വീണ്ടും കയറണേ, എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം ചെറുതായിട്ട്. അങ്ങനെ പല്ലാശുപത്രിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അടച്ചു വെച്ച പല്ല് പിന്നെയും ടെമ്പററി ആയിട്ട് ഒന്നുകൂടി അടച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്താണെങ്കിൽ എന്റെ വണ്ടി ചന്ദനക്കുറിയും തൊട്ട് നനഞ്ഞ് ചീഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ പല്ലാശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒരു ചായ കുടിക്കാന്ന ലക്ഷ്യവുമായി വന്നിരിക്കുകയാണ്. മഴയല്ലേ, ഒരു ചായയൊക്കെ കുടിക്കാം. നല്ല സുഖമല്ലേ മഴയത്തൊരു ചായ കിട്ടുമ്പോ. എന്തോ എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചായ അഡിക്റ്റ് ആയി തുടങ്ങി ഞാൻ. ചായ മാത്രം കുടിച്ചാൽ ഒരു രസമില്ലാന്ന് പറഞ്ഞ് 2 കട്ട്ലേറ്റും പറഞ്ഞു. അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ടേ. അങ്ങനെ കട്ട്ലേറ്റും കഴിച്ച് ഞാൻ കോട്ട് വിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ചെറിയ മഴ ഇപ്പോഴും പെയ്യണ്ടേ. ഇനി മഴയൊക്കെ നനഞ്ഞ് തണുത്ത് വിറച്ച് വീട്ടിൽ പോവാം. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം നമുക്ക്. അങ്ങനെ ഫൈനലി വീട്ടിൽ വന്നു. പല്ല് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച ഒന്നുകൂടി ചെല്ലണം. റൂട്ട് കനാല് ആണ്ട് കയറി പോരുന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. ചിലപ്പോൾ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈവൻ ഇവിടെയൊക്കെ വേദനയാണ്. ഒരണപ്പല്ല് ത്രികോണ എന്നൊക്കെ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അണപ്പില് വന്നതിൻ്റെതായിട്ടൊരു ചെറിയ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടുകാര് അടിച്ചൊഴിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അണപ്പല്ലൊക്കെ. ഇനി അടുത്ത ആഴ്ച ഒന്നുകൂടി പല്ലാശുപത്രി പോവാം. പല്ലിന് പണ്ടേ ഒരു കാലം ഉണ്ടാകും. എല്ലാ ആഴ്ചയും പല്ലാശുപത്രി പോയിക്കൊണ്ടിരുന്ന കാലം. അന്ന് ഇതാണ് നെയ്യണ്ട ഈ ക്യാപ്പൊക്കെ ഇട്ടത് അതിനു വേണ്ടിയാണ്. പുറത്ത് നല്ല മഴയാണ്. മഴ തനിഞ്ഞ് കുളിച്ചാണ് വന്നേ. കോട്ടിട്ടുണ്ടാകും. നല്ല തണുപ്പുണ്ട്. സമയം വൈകുന്നേരമായി. രാവിലെ തൊട്ട് പെരുമഴയാണ്. ഇതുവരെ ഈ മഴ മാറിയുള്ള നല്ല മഴയാണ്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇന്ന് വേറെ പരിപാടി ഒന്നും ഉണ്ടാകുന്നില്ല. പബ്ജി കളിയായിരുന്നു. പബ്ജി കളിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കാവുന്നു. കൂട്ടുകാരന്മാരൊക്കെ വർത്താനം പറഞ്ഞ് ചിൽ വൈബിലായിരുന്നു. അത് കാരണം ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.